എന്തുവായാലും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാത്തിരുന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇന്നെൻ്റെ ആദ്യരാത്രിയാണ്. പക്ഷെ ഒരു മഴയും കൂടെ ഉണ്ടായിരുന്ന കിട്ടുക്കാരുന്നിയാ. പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിടർന്നൊരു വർണ്ണമഴ, പ്രണയമണി ഈ ട്രെയിനിൽ എങ്ങോട്ടാണ് ഈ പോണത്? മഴയായോണ്ടേ പാലക്കാട് വഴി ട്രെയിൻ പോകുന്നില്ല. അപ്പൊ വേറെ റൂട്ട് തിരിച്ചു വിട്ടു. അങ്ങനെ പക്ഷെ നീ ആ റൂമിന്റെ റൂട്ടിലേക്കാണല്ലോ ഈ പോയോണ്ടിരിക്കണത് മൊത്തം. അല്ല അത് തന്നെ ഒന്നും അറിയാത്ത പോലെ ഒരു പെങ്കൊച്ചൊറ്റയ്ക്കല്ലേ ചാ. എടാ നിന്റെ അമ്മ എന്നെ വിട്ട് പോയിട്ടുണ്ടല്ലോ 13 വർഷമായി. ഈ വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാ അച്ഛൻ ഒറ്റയ്ക്കാണ് കിടക്കണം ചോദിച്ചിട്ടുണ്ടോ നീ? അച്ഛാ ഇന്ന് അതുപോലാണ് അച്ഛാ. അച്ഛന്റെ ഫസ്റ്റ് ഡേറ്റ് അല്ലേ അച്ഛൻ? ഞാനത് അങ്ങോട്ട് മറന്നടാ. അതാ മറക്കും. എന്റെ കാര്യമില്ല അച്ഛൻ മറക്കും. നീ വന്നേ. അതെ അച്ഛൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് എന്തായാലും നിന്റെ ആദ്യരാത്രിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് റമ്മി കളിച്ചാലാ? ഈ പാതിരാത്രി 12:30 മണിക്ക് അച്ഛന് റമ്മി കളിക്കണം വെച്ചാ. റമ്മി കളിക്കാം. അച്ഛൻ ഈ റമ്മി കളിക്കുന്ന സമയത്ത് ആ കട്ടിന്റെ അടിയിരിക്കുന്ന റമ്മ എടുത്ത് കുടിച്ചോണ്ട് തലയ്ക്ക് പിരുത്തോ അവിടെ കാണാൻ പോയിരുന്നാ പോരാ. അതൊക്കെ ഞാൻ അടിച്ച് തീർത്തടാ. അച്ഛൻ ഞാൻ അകത്തോട്ട് പോകുന്ന ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് കിടക്കണം അച്ഛൻ. സമയം പോകുന്ന ഞാൻ അങ്ങനെ അകത്തേക്ക് പോകില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കല്യാണത്തിന് വന്നവരും പോരാട്ട് ഒരുപാട് കവറുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിക്കണം, എഴുതണം, കണക്ക് നോക്കണം, കുറെ കാര്യങ്ങളുണ്ട്. നീ ഇവിടെ ഇരുന്നേ. അച്ഛനല്ലേ അച്ഛാ വീട്ടിലെ കാരണവര്. അപ്പൊ അച്ഛൻ അത് നോക്കിയാൽ വെച്ചാൽ ഒരു പെങ്കൊച്ചകത്ത് ഒറ്റയ്ക്ക്. നീ ഇവിടെ വാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നാളെ അളിയനും പെങ്ങളും കൂടി കൊണ്ട് പോകും. പോണ സമയത്ത് അവർ കണക്കൊക്കെ എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു അവരുടെ? അച്ഛാ ഒരു ചില്ലി പൈസ എനിക്ക് ഇതിനകത്തൊന്നും വേണ്ട. മൊത്തം എന്റെ ആ ദരിദ്രവാസി അളിയനും പെങ്ങളും കൊടുത്തു വിടും. അത് ഞാൻ വിഷയമല്ല. ഞാൻ കടം മേടിച്ച് കടം തീർത്തോളാം അച്ഛൻ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇവിടെ ഇരുന്നേ. സമയം പോണ ചാവ് ഇരിയടാ. അയ്യേ ഒരു കല്യാണം കഴിച്ചപ്പോ നീ എന്നെ ധിക്കരിക്കാണ് നീ.